ഞാൻ കണ്ണൂരിന്ന്. വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത്? ബി എസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ ഓർമ്മയാണ്. കാരണം വെച്ചാൽ എനിക്ക് അതേപോലെ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു മനുഷ്യനില്ല. കാരണം വെച്ചാൽ നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവുക. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ വി എസിന് പരിചയമുണ്ടായിരുന്ന ആ ഒരു തലമുറയ്ക്ക് അപ്പുറത്തേക്ക് യുവാക്കൾക്കിടയിൽ പോലും കരുത്തായിരുന്ന, അവർക്ക് ആവേശമാകുന്ന വി എസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെയാണ് വി എസ് അത്ര കാലം സഞ്ചരിച്ചത്. 1940-ലാണ് വി എസ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 32 പേര് ഇറങ്ങി വരുമ്പോൾ അതിൽ അവശേഷിച്ച 2 നേതാക്കൾ, അതിൽ എൻ ശങ്കരയ്യ തമിഴ്നാട് സ്വദേശി, അദ്ദേഹം കഴിഞ്ഞ വർഷം പോയി. ഇപ്പോൾ വി എസും പോയിരിക്കുന്നു. വി എസിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? വി എസ് സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവരുടെയും ഒരു നേതാവ്, ഏറ്റവും വലിയ നേതാവ്. അദ്ദേഹത്തിന് തുല്യം വേറെ ആരുമില്ല. എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ല ആക്റ്റീവറാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമല്ല വി എസ് നമ്മളൊരു നക്ഷത്രം, പ്രപഞ്ച സത്യമാണ്. അതിനെ അവെയ്ഡ് ചെയ്യാനോ ഉൾക്കൊള്ളാനേ ഒക്കെ ഉള്ളൂ. നല്ല ആക്റ്റീവറാണ് എല്ലാത്തിനും. നല്ല പ്രപഞ്ച സത്യം. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? കേരളത്തിൻ്റെ പൊതുബോധത്തിന് അതിനൊപ്പം നിന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രമുഖനായ മുഖ്യമന്ത്രിയും ഒരു മനുഷ്യസ്നേഹിയുമാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ മാത്രമേ നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? പലരുടെയും മനസ്സിൽ പലതാണ്. വി എസ് അച്യുതാനന്ദൻ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.